ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കീമിന് ഹെൽപ്ഫുള്ളാവുന്ന കുറച്ച് യൂട്യൂബ് ചാനൽസ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ടാണ്. സോ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് തിയറീസും ഉണ്ടാവും, കോൺസെപ്റ്റ്സും ഉണ്ടാവും. അത് ഞാൻ ഓരോ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പറയുന്നുണ്ട്. ഇത് നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിലും +2 ഓൺ ഗോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത് ഈ ചാനൽസ് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്കാണ് വീഡിയോ എന്ന് പറയുന്നത്. സോ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് ചാനൽ പറഞ്ഞുതരാം. ഫസ്റ്റത്തെയാണ് കീമിൽ നിലവിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കോൺസെപ്റ്റ് വളരെ വീക്കായാണ്, കോൺസെപ്റ്റ് കുറേ പാഠങ്ങളിൽ അറിയില്ല, +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ +1 അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബെസ്റ്റ് ചാനലാണ് സൈലം കീം എന്ന് പറയുന്നത്. സൈലം കീം 2026 കൊണ്ട് വേറൊരു ചാനലുണ്ട്. ഇത് സൈലം കീം എന്ന് പറഞ്ഞ ചാനലിൽ, ഈ ചാനലിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ബേസിക് 2-3 ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു പോയിട്ട് കോൺസെപ്റ്റ് റെഡിയാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാർഗറ്റ് 50 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ഉണ്ട്. മനസ്സിലായത്? പ്ലേലിസ്റ്റിൽ പോയിട്ട് എടുക്കേണ്ട സംഭവമാണിത്. അതിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും എന്താ പറയുക, തിയറി പറയുന്നുണ്ട്. കണ്ടോ, ഞാൻ പോസ് ചെയ്ത് കാണിച്ചു തരാം. തിയറി കണ്ടോ, തിയറിയാണ് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് ഈ സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ മാത്സിലെ ചില ചാപ്റ്റേഴ്സൊക്കെ ഇത് കണ്ടിട്ടാണ് റിവിഷൻ ചെയ്യാറ്. പക്ഷേ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഇതൊന്നും നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് റെഡി ആവാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പ്രീവിയസ് ഇയർ ആയിരിക്കും, സിമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, ഇതാണ് സൈലം കീമിലെ ഇത്. പിന്നെ നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട് ഇതിൽ. അതായത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഈ പ്ലേലിസ്റ്റ് എടുത്താൽ, കീമിൽ തന്നെയുള്ള 2024 പ്ലേലിസ്റ്റ് എടുത്താൽ കൈനറ്റിക്സ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഈ 3 ചാപ്റ്ററിൻ്റെയും കീമിന് വേണ്ട ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്, ഈ 3 ചാപ്റ്ററിൻ്റെയും. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് കണ്ടിട്ട് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ട് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാം. ഇതൊരു സിമ്പിൾ ടു മീഡിയം, ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലും കീമിൻ്റെ പ്രീവിയസ് ഇയർ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. നിങ്ങൾക്ക് കീമിൻ്റെ പ്രീവിയസ് ഇയർ നല്ല എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങി ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് തരുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവും. ഇതിൽ തിയറി ഇല്ല, ഈ പ്ലേലിസ്റ്റിൽ കേട്ടോ. തിയറി ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. സോ ഒന്നാമത്തെ ഇതാണ് ചാനലാണ് സൈലം കീം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓരോ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, ഇതിൽ സൊല്യൂഷൻസ് ഉണ്ട്, കൈനറ്റിക്സ് നമ്മൾ അവിടെയും കണ്ടു. പിന്നെ വെക്ടർ ഓൾജിബ്ര ഉണ്ട്. വെക്ടർ ഓൾജിബ്ര അത് ഫിസിക്സിൻ്റെ വെക്ടർ ആവുന്നു കേട്ടോ, ഫിസിക്സിൻ്റെ വെക്ടറാണത്. ഓക്കെ, അതായത് മറ്റേ മോഷൻ്റെ പ്ലെയിനിലെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല വീഡിയോക്ക്. സോ നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടിയ സീനാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് സൈലം കീം എന്ന് പറയുന്ന ചാനൽ. ഇനി സെക്കൻഡായിട്ട് പറയുന്ന ചാനലാണ് സൈലത്തിൻ്റെ ജീനിയസ്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇവരെ കണ്ടക്ട് ചെയ്യുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ ക്വസ്റ്റ്യൻ സീരീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് റെഫർ ചെയ്യാം. അത്യാവശ്യം ക്വസ്റ്റ്യൻസിലുണ്ടാവും. മറ്റേ നമ്മൾ അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസേക്കാളും ലെവൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവും ഇതിൽ. സോ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കി സോൾവ് ചെയ്യാവുന്നതാണ്. ചുമ്മാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രൈ ചെയ്തൊക്കെ കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻസ് കാണാൻ ചെയ്യുക. സോ ഓക്കെ, അങ്ങനെ ചെയ്യണം, എന്നാലേ നമുക്ക് എഫക്റ്റീവ് ആവുള്ളൂ. സോ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതിൽ അവൈലബിൾ ആണ്. തിരഞ്ഞു പോയാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റും കിട്ടും. കണ്ട, ഇതിൽ കറണ്ട് ഇലക്ട്രിസിറ്റി 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ചിൽ ഇതിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളങ്ങനെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടിയിലേക്ക് പോയാൽ ഇവിടെ, അതായത് എന്തോ ഈ GIV കീം 1 ഷോട്ട് സീരീസ് എന്ന് കണ്ടോ, ഇവിടെയുണ്ട്. ഇനി അടിയിലുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ തിയറി ക്ലാസ്സസ് അവൈലബിൾ ആണ് വിത്ത് ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, തിയറിയാണ് ഇത് പറയുന്നത്. തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഇവിടെ.
ഈ വൺ ഷോട്ട് സീരീസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റും റെഫർ ചെയ്യാവുന്ന ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്. ഇത് ജെഇ ക്ലാസ്സസ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് കാണാണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജെഇയുടെ ടോപ്പിക്കൊന്നും 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീരാവുന്ന ടോപ്പിക്കല്ല. പിന്നെ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മൊത്തം വേണ്ടി വരും കീമിനും. തിയറിക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും, അതൊന്നും ഇവിടെയും പറയുന്നുണ്ടാവില്ല. ഈ ക്ലാസ്സസ് കണ്ടാൽ മതി നിങ്ങൾക്ക് കീമിന്. ഓക്കെ, ഒരുപാട് ക്ലാസ്സസ് ഇതിൽ തന്നെ ഉണ്ട്. DNF, അമീൻസ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, സ്റ്റാറ്റി. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ലെങ്ത് ആക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ, ഓക്കെ, ഇതല്ല കേട്ടോ, ഈ പ്ലേലിസ്റ്റ് മാറിപ്പോയി. ഇത് ഈ പ്ലേലിസ്റ്റ് കണ്ടോ, ലോസ് ഓഫ് മോഷൻ, ട്രിഗ്നോമെട്രി, കൈനറ്റിക്സ്, ഇക്വിലിബ്രിയം, മാത്സിൻ്റെ ക്ലാസ്സാണ്, മെട്രിസസ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇത് അടിപൊളി ക്ലാസ്സാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ ഈ ക്ലാസ്സും റെഫർ ചെയ്യാവുന്നതാണ്. സൈലം ജീനിയസിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോയാൽ ഇങ്ങനത്തെയും കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ എന്താ പറയുക, നിങ്ങൾ തിരഞ്ഞു പോകണം. ഞാനിത് പറഞ്ഞു തന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നുള്ളൂ. ഇനി ഈ മോൾ കോൺസെപ്റ്റ്, ഈ മിഷൻ 99 ഡേയ്സ് ഇൻ 99, മിഷൻ 99 പെർസെൻറ്റൈൽ ഇൻ 99 ഡേയ്സ് പറഞ്ഞിട്ടൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഈ ചലഞ്ചിലും ഒരുപാട് ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലൊക്കെ മിക്ക ചാപ്റ്ററിലും കോൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമായിട്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. സോ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇത് തിരഞ്ഞ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്? ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞാണ് മിഷൻ 99 പെർസെൻറ്റൈൽ ഇൻ 99 ഡേയ്സ്. ഈ 3 പ്ലേലിസ്റ്റ് ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൽ കുറേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ തിയറി നിങ്ങൾക്ക് ബാക്കിലാണ്. പ്ലസ് വണ്ണത്തെ തിയറീസ് നിങ്ങൾക്ക് ബാക്കിലാണെങ്കിൽ ഈ ചാനൽസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതിലെ കണ്ടൻറ്റാണ് കീമിനും വരിക. ഓക്കെ, സോ സൈലം ജീനിയസ് ഇതാണ് ചാപ്റ്റർ. ഇതിൽ അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ട്. ഇതും കണ്ടാലും അടിപൊളിയാണ്. ഓക്കെ, സോ തേർഡ് ചാനലായിട്ട് പറയുന്നതാണ്. തേർഡ് നിങ്ങളിങ്ങനെ നമ്പർ നോക്കണ്ട കേട്ടോ. നമ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ഓരോന്നായിട്ട് പറഞ്ഞു തരാണ്. ബെറ്റർ എപ്പോഴും എൻട്രൻസിൻ്റെ കേസിൽ കേരളത്തിൽ ബ്രില്യൻ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. സോ പക്ഷേ ബ്രില്യൻറ്റിന് ഇന്ന ക്ലാസ്സസ് അവരെ ഫ്രീ ക്ലാസ്സസ് അവരെ കമ്പയറിങ് ടു സൈലം വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ കീമിന് റെഫർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസ്സാണ് ഇതൊക്കെ തിയറിയാണ് കേട്ടോ. ഈ ലൈവ് ബ്രില്യൻറ്റിൽ പോവുക, ലൈവ് എടുക്കുക, ഇതൊക്കെ തിയറിയാണ്. അതായത് റേ ഒപ്റ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഒട്ടുമിക്ക എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട് ഇതിൽ. സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറ്റുന്ന ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, അമീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ്, ഈതൽസ്, പ്രോബിലിറ്റി, ലോസ് ഓഫ് മോഷൻ ഇതൊക്കെ പക്ക തിയറി ക്ലാസ്, നല്ല ക്ലാസ് ഞാൻ ലാസ്റ്റ് ഇയർ കണ്ടിട്ടുണ്ട്. വർക്ക് എനർജി, പവർ, മോഷനിൻ്റെ പ്ലെയിന്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് വേണ്ട പ്ലസ് വണ്ണത്തെ ഒരുവിധം ചാപ്റ്റേഴ്സൊക്കെ ഇവിടെ കണ്ടുപോയിട്ടുണ്ട്. സോ ബ്രില്യൻറ്റിനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 3ാമത് എടുത്ത് വെച്ചെങ്കിലും ഞാൻ ബ്രില്യൻറ്റിനെ 2ാമത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ചിലവർ സ്കിപ്പ് അടിച്ച് പോകും വീഡിയോ കാണാതെ. സോ അവർക്കിത് മിസ്സായി പോകുന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് 2ാമത് റെക്കോർഡ് ചെയ്യുന്നില്ല. ബ്രില്യൻറ്റിനെ 2ാമത്തേക്ക് തന്നെ ആക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു സൈലത്തിനേക്കാളും കുറച്ചുകൂടി ക്ലാസ്സസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു സോളിഡ്സിൻ്റെ ക്ലാസ് എടുത്ത് നോക്കാം. ഞാൻ ഈ ക്ലാസ് കണ്ടിട്ടില്ല. ഇതിൽ ഒട്ടുമിക്ക ചില ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ തിയറി പ്ലസ് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇത് തിയറി തന്നെയാണ് പറയുന്നത്. സോ തിയറി പ്ലസ് ക്വസ്റ്റ്യൻസാണ് ഈ ക്ലാസ്സസൊക്കെ ഉള്ളത്. ഓക്കെ, ചിലപ്പോൾ ചില ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുണ്ടാവും, ഓരോ ഫാക്കൽറ്റിയുടെ ഇതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ വേറെ ചാനൽ നോക്കുക, അതിലടിക്കുക. അതിപ്പോൾ സപ്പോസ് കെമിക്കൽ ബോണ്ടിങ് അടിക്കുക ബൈ സൈലം കീം ഓർ സൈലം കീമിൽ കിട്ടിയില്ല ബ്രില്യൻ പാല, ഇനി വേറെ ചാനൽ പറഞ്ഞാൽ എജു പോട്ടൊക്കെ പോലെ. സോ ഇതാണ് 2ാമത്തെ ചാനൽ. ലൈവിൽ പോവുക, അടിക്കുക. ഓക്കെ, ലൈവിൽ പോവുക, അടിക്കുക, ക്ലാസ്സസ് കിട്ടും. ഓക്കെ, ബ്രില്യൻ പാല, ജെഇ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ചാനലാണ് എജു പോട്ട് കീം എന്ന് പറയുന്ന ചാനൽ. ഈ ചാനലൊരു കമ്പയറിങ് ടു അതർ ചാനൽസ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. പക്ഷേ ഇതൊരു അണ്ടർ റേറ്റഡ് ചാനലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ചാപ്റ്റർ എടുത്തു, ഇത് കീം 2024 കണ്ടിട്ട് നിങ്ങൾ പോകുന്നുണ്ട്. തിയറിയൊക്കെ എല്ലാതും സെയിം തന്നെയാണ്, ചില പോർഷൻസ് ഡിലീറ്റഡ് ആണെന്ന് മാത്രം. അതൊന്നും 2024 സീനില്ലാതാണ്. ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കൊന്നും അവർ അതിലും എടുത്തിട്ടില്ല. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ
2024 കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം. അത് ഞാൻ ക്ലിയർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ അത് ഡിലീറ്റഡ് ടോപ്പിക്സ് എടുക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരികയാണ്. ഇതിലിപ്പോൾ നിങ്ങൾ 2024 എടുത്തു, ഈ നമ്മൾക്കൊരു 2 മണിക്കൂർ കൊണ്ട് പറയുന്ന കണ്ടൻറ്റിന് ഒരു ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവുക ആ ടൈമിൻ്റെ ഉള്ളിൽ. അത് ഒരിക്കലും ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഇടയിലൊക്കെ ഓരോന്നും ഡിലീറ്റഡ് ആയിട്ട് പോവുക. അതൊന്നും 2024 ഞാൻ വരെ ഒരുപാട് ക്ലാസ് കണ്ടു. നിങ്ങൾക്ക് അടിയിൽ പോയാൽ കാണാൻ പറ്റും തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇതൊക്കെ പകുതിക്ക് വെച്ച് നിർത്തിയ ക്ലാസ്സുകളാണ്. അതായത് ഓരോ മാത്സിൻ്റെ ക്ലാസ്സും മിക്കതും ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്, ഒരു റെഫറൻസിന് റിവിഷന് വേണ്ടിയിട്ട് മാത്രം കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് അവരെ ക്ലാസ്സസ്. അതിൽ നമുക്ക് ഡിലീറ്റഡ് എന്നൊന്നും തോന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവേണ്ട വെച്ചിട്ട് പറഞ്ഞാണ് 2024 ക്ലാസ്സസ് കണ്ടോ, ഒരു കുഴപ്പമില്ല. ഇതിലും കുറേ എന്താ പറയുക, തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് തിയറി. പക്ഷേ നിങ്ങൾക്ക് ബാക്കി 2 ചാനൽസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് തിയറി. ഇപ്പോൾ നിങ്ങൾ തിയറി നല്ല സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ബെറ്റർ സൈലോ ബ്രില്യൻ പാലേ കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ തിയറി പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് ഇതിലുള്ളത്. അപ്പോൾ എത്രത്തോളം പേർക്ക് അത് ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു ചാനലാണ് എജുപോർട്ട് കീം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. ഓക്കെ, റെഫർ ചെയ്യാം, എജുപോർട്ട് കീം. ഓക്കെ, സോ ഗൈസ്, അടുത്ത ചാനലാണ് റേസ് സ്കീം എന്ന് പറയുന്ന ചാനൽ. ആ ചാനൽ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഈ ചാനലത്തെ ഒരു ലൈവോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ കുറച്ച് പേര് കമൻറ്റിൽ ഇട്ടിട്ടുള്ളൊരു ചാനലിൻ്റെ നെയിമാണ് റേസ് സ്കീം എന്ന് പറയുന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. കയറി നോക്കിയപ്പോൾ ഒരുവിധം ക്ലാസ്സസും ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, 2024 വരെ ലൈവാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ലാസ്റ്റ് നോക്കുമ്പോൾ ഇനി ഇവർക്ക് തന്നെ വേറൊരു എയ്ഗൺ കീം എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോട്ടെ. എനിക്ക് എയ്ഗൺ കീം എന്ന് അടിച്ചപ്പോൾ കിട്ടിയില്ല, വീണ്ടും റേസ് കീം തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനൊരു ചാനലും കൂടി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവുക. ഞാൻ ചാനൽ പേഴ്സണലി കണ്ടിട്ടില്ല, പക്ഷേ കുറച്ച് പേര് കമൻറ്റ് ഇടുന്നത് കണ്ടു. സോ നിങ്ങൾക്ക് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.